കോഴിക്കോടും സമാനമായ രീതിയിലുള്ള പ്രശ്നം AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. പെരിങ്ങളം കുരികത്തൂരിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ട രാസവസ്തുക്കൾ കലർന്ന കുടിവെള്ളം മലിനമായിരിക്കുകയാണ്. 100 കണക്കിന് കിലോ ബ്ലാക്ക് ഓക്സൈഡും മറ്റ് രാസവസ്തുക്കളും മഴവെള്ളത്തിൽ കുതിർന്നാണ് തൊട്ടടുത്ത കിണറുകളിലെത്തിയത്. വെള്ളം ഉപയോഗിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കുടിവെള്ളം മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഇതാണ്. ഏതാണ്ട് ഒരു സ്ഥാപനമാണിത്, JR അസോസിയേറ്റ്സ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 5-6 വർഷം മുമ്പ് ബാങ്ക് ജപ്തി ചെയ്ത ഒരു സ്ഥാപനമാണ്. അതിനുശേഷം പുതിയ ഉടമകൾ ഇത് ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന റെഡ് ഓക്സൈഡ്, ബ്ലാക്ക് ഓക്സൈഡ്, യെല്ലോ ഓക്സൈഡ്, ഈ 3 ഓക്സൈഡുകൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പുറത്തേക്ക് എടുത്തിടുകയും അതോടൊപ്പം തന്നെ മണ്ണിൽ ഇതോടുകൂടി പ്രദേശത്തുള്ള 500 മീറ്ററോളം ദൂരെയുള്ള കിണറുകളിൽ പോലും നിറമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഗൗരവപരമായ ഒരു വിഷയം കൂടിയാണ്. കാരണം ഇത്രയേറെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം കിണർ വെള്ളം ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഖരരൂപത്തിലുള്ള ഈ പൗഡർ ഇവിടെ മണ്ണിൽ കലർന്നു. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് തന്നെ സൂക്ഷിച്ചിരുന്ന ഈ ടാങ്കിലുണ്ടായിരുന്ന ദ്രവരൂപത്തിലുള്ള മറ്റ് കെമിക്കൽ കൂടി ഇതിൻ്റെ അകത്ത് ചേർന്നോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഓക്സൈഡുകൾ മണ്ണിൽ കലരുകയും അതോടൊപ്പം തന്നെ അടുത്തുള്ള കിണറുകളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാണാം, ഇതാണ് ഈ കെമിക്കൽ രൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള ഈ കെമിക്കൽ സൂക്ഷിച്ചിരുന്ന സാധനം. ഇത്തരത്തിൽ നിരവധി കന്നാസുകളുള്ള സാധനങ്ങളാണ് ഇവിടെ ഒഴിച്ചത് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഏതായാലും 500 മീറ്ററോളം ദൂരെയുള്ള കിണറുകളിൽ പോലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്ക് പരിസരവാസി തന്നെ നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഞങ്ങൾക്ക് വെള്ളം ഒരു കറുപ്പ് നിറത്തില്ല, വെറും കരിയോയിൽ പോലുള്ള, കുടിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്കിനോട് വാങ്ങുമ്പോൾ ബാങ്ക് അന്ന് പറഞ്ഞിരുന്നു, വാക്കാല പറഞ്ഞിട്ടേ ഉള്ളൂ, അന്ന് പറഞ്ഞത് 1 വർഷം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിലധികം ഞങ്ങൾ കാത്തുനിന്നിട്ട് ബാങ്കിലെ മാനേജർമാരൊക്കെ സ്ഥലം മാറിപ്പോയി. ബാങ്കിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ആളുകളില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിയ സ്ഥലത്തെ സാധനങ്ങൾ ഞങ്ങൾ മാക്സിമം പൈസ കൊടുത്തിട്ട് ഡിസ്പോസ് ചെയ്ത് മാക്സിമം ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കി. ഒരുപാട് ടൺ കണക്കിന് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട സമയത്ത് അടുത്ത വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് വന്നു. അത് സത്യം തന്നെയാണ്. അതുപോലെ വെള്ളമൊക്കെ കേടുവന്ന് കുടിക്കാൻ പറ്റില്ല, എന്തായാലും കുളിക്കാനോ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കമ്പനി ഉടമകൾ ഇത് വിറ്റതാണ്. അതിനുശേഷം ബാങ്ക് ജപ്തി ചെയ്ത് പോയതാണ് ഈ സംഭവം. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, കുടിക്കുന്ന കിണറിലെ വെള്ളമാണ് ഈ നിറത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സാമ്പിളുകൾ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നൊക്കെ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ഇത് നോക്കൂ, വീട്ടിലെ കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യുമ്പോഴുള്ള നിറമാണിത്. ഈ നിലയിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇത് എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്ക് ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയും അപകടകരമായ രാസവസ്തുക്കളാണ് ഈ കുടിവെള്ളത്തിലടക്കം കലർന്നിരിക്കുന്നത്. ഏതായാലും കുടിവെള്ളം മുട്ടിച്ചു എന്നതാണ് വാസ്തവം. കാരണം 500 മീറ്ററോളം ദൂരെയുള്ള ആളുകളുടെ കുടിവെള്ളം മുട്ടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകട സാധ്യതയുണ്ട്. കാരണം മലിനമായ ജലമാണ്, അതോടൊപ്പം തന്നെ രാസവസ്തുക്കൾ കലർത്തിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. ശുദ്ധജലം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ്. ഈ അർച്ചനയായാലും അഭിലാഷായാലും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ അവിടുത്തെ അധികാരികൾ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.